ഹായ് ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, കപ്പ ഇളക്കിയത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഞങ്ങളുടെ ഇവിടെയൊക്കെ കപ്പ ഇങ്ങനെ വട്ടത്തിനാണ് അരിയുന്നത്. പലയിടത്തും പല രീതിക്ക് ചിലരിങ്ങനെ കൊത്തിയിട്ട് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ വട്ടം വട്ടമായിട്ടാണ് മുമ്പേ എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം ഞാനും അതുപോലെയാണ് ചെയ്യുന്നത്. എന്നിട്ട് കപ്പ അരിഞ്ഞിട്ട് അത് നല്ല പോലെ കഴുകണം. എന്നിട്ട് അത് ഒരു പാത്രത്തിലെടുത്തിട്ട് അത് മുങ്ങി നിൽക്കുന്ന രീതിക്ക് വെള്ളം എടുക്കണം പാത്രത്തിൽ. എന്നിട്ട് അത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അടച്ചു വെച്ച് വേവിക്കണം. ചില കപ്പയാണെങ്കിൽ നമ്മൾ 1-2 വെള്ളമൊക്കെ തിളപ്പിച്ച് ഊറ്റേണ്ടി വരും. പക്ഷേ ഈ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സെറ്റ് വെള്ളം വെച്ചപ്പോൾ തന്നെ അത് നല്ല പോലെ വെന്തായിരുന്നു. ഇത്രയും വേവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വെള്ളമേ ഊറ്റുന്നുള്ളൂ. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് വരാവേ. എന്നിട്ട് നമുക്കതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് എന്ന് പറഞ്ഞാൽ വലിയ പച്ചമുളകായിരുന്നു, അതാണ് ഒന്നെടുത്തത്. പിന്നെ 5 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകം, ഇത്രയും മാത്രം. ഞാൻ ഇതിന് തേങ്ങ അരയ്ക്കുന്നില്ല കേട്ടോ. ഇത്രയും ഒന്ന് മിക്സിയിലെ ജാറിൽ ചതച്ചിട്ട് വരാവേ. വെളുത്തുള്ളി ഒരല്ലിയേ വലുതുള്ളൂ, ബാക്കി ചെറുതായതുകൊണ്ടാണ് 5 അല്ലി എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ക്വാണ്ടിറ്റിയും വ്യത്യാസം വരുത്താം. കപ്പ നല്ല ഗ്യാസിൻ്റെ പ്രശ്നം വരും, അതുകൊണ്ടാണ് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കപ്പയിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി. ഉപ്പ് ചിലർ ഊറ്റുന്ന സമയത്ത് ഉപ്പിട്ട് ഊറ്റാറുണ്ട്. ഞാൻ പിന്നെ ഊറ്റി കഴിഞ്ഞിട്ടാണ് ഉപ്പിടുന്നത്. പിന്നെ ആ ചതച്ചെടുത്ത പച്ചമുളക്, വെളുത്തുള്ളി അതിൻ്റെയൊക്കെ പേസ്റ്റും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ട് നമുക്ക് ഫുൾ കപ്പയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് കുറച്ച് മതി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു മണം കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഗൗരി പാർവതി വ്ലോഗ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് കണ്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ, കമൻസിലൂടെ. കപ്പയോടൊപ്പം മീൻകറിയും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവേ, ഇല്ലെങ്കിൽ പിന്നെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി പോകും. നിങ്ങളെല്ലാവരും ഇതുപോലെ കപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു തവണ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഗൗരി പാർവതി വ്ലോഗ്സിൻ്റെ വക ഹാപ്പി വിഷു. നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ വർഷമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.